ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSSC സുവോളജി റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സ് ഫുൾ ടോപ്പിക്കും റിവിഷൻ ചെയ്തിരുന്നു. അതേ മൊഡ്യൂൾ 1 തന്നെയുള്ള എവല്യൂഷണറി ബയോളജിയിലെ ചില ഭാഗങ്ങൾ ഇന്ന് റിവിഷൻ ചെയ്യുകയാണ്. അതിൽ നിന്നും 100 ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഡാർവിനിസം, ലാമാർക്കിസം, മോഡേൺ സിന്തസിസ് ആൻഡ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം ഈ ടോപ്പിക്കുകളുടെ മെയിൻ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ക്വസ്റ്റ്യനിലേക്ക് പോകാം. എങ്കിൽ മാത്രമേ റിവിഷൻ ചെയ്യുന്നത് കൊണ്ട് ഉപയോഗമുള്ളൂ. സമയക്കുറവുള്ളത് കൊണ്ടാണ് ഈ ടോപ്പിക്ക് ഫുൾ എടുക്കാതെ അതിന്റെ മെയിൻ പോയിന്റുകൾ വെച്ചുകൊണ്ട് ഈ റിവിഷൻ ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. നമുക്ക് നേരത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഡാർവിനിസം ആണ് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഡാർവിനിസം നമുക്കറിയാം എവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. +2 മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് എന്ന് പറയുന്നത്. ചാൾസ് ഡാർവിൻ എവല്യൂഷണറി തിയറി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്ന ബുക്കിന്റെ പേര് ഓർത്തിരിക്കുക, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. 1859 ചാൾസ് ഡാർവിൻ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. എന്താണ് ഡാർവിനിസം? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ന്യൂ സ്പീഷീസ് അറൈസ് ത്രൂ നാച്ചുറൽ സെലക്ഷൻ where organisms with favorable variations survive and reproduce more successfully than others. അതായത് ഡാർവിൻസിൽ പറയുന്ന കാര്യം, നാച്ചുറൽ സെലക്ഷനിലൂടെ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു, ഫേവറബിൾ കണ്ടീഷനുമായി പൊരുത്തപ്പെട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് സർവൈവ് ചെയ്ത് മറ്റു സ്പീഷീസിനേക്കാൾ സക്സസ്ഫുള്ളി ജീവിക്കാനുള്ള കപ്പാസിറ്റി നേടുന്നു. നമ്മൾ എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലെ. അതിന്റെ മെയിൻ പോയിന്റുകൾ ഒന്നാമത്തതാണ് ഓവർ പ്രൊഡക്ഷൻ. അതായത് ഓർഗാനിസം ഓസ്പ്രിങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് സർവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്ട്രഗിൾസ് ഫോർ എക്സിസ്റ്റൻസ്, അതിൽ കുഞ്ഞുങ്ങൾ ഫുഡിനും സ്പേസിനും മേറ്റിങ്ങിനും വേണ്ടിയുള്ള ഒരു സ്ട്രഗിൾസ് ഉണ്ടാകുന്നു. അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നവർ എക്സിസ്റ്റ് ചെയ്യുന്നു. വേരിയേഷൻസ്, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ജീവികളിൽ ചില വേരിയേഷൻസ് ഡിഫറൻസ് ഉടലെടുക്കുന്നു. നാച്ചുറൽ സെലക്ഷൻ ഫോർ സർവൈവൽ ഓഫ് ദ ഫിറ്റേഴ്സ്, നമുക്കറിയാം അങ്ങനെ വേരിയേഷൻസ് ഉണ്ടായ കുഞ്ഞുങ്ങളിൽ പ്രകൃതി സെലക്ട് ചെയ്യുന്നവർ, ബെറ്റർ അഡാപ്റ്റേഷൻ കാണിക്കുന്നവർ അവിടെ സർവൈവ് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ കോളനികൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇൻഹെറിറ്റൻസ് ഓഫ് ഫേവറബിൾ വേരിയേഷൻ, ഈ വേരിയേഷൻസ് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അങ്ങനെ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, അതിൽ നിന്നും ഈ വേരിയേഷൻസിൽ നിന്നും പുതിയ ജീവജാലങ്ങൾ ഉടലെടുക്കുന്നു എന്നാണ് ഡാർവിനിസത്തിൽ പറയുന്നത്. അപ്പൊ എന്താണ് ലാമാർക്കിസം എന്ന് നോക്കാം. ലാമാർക്കിസത്തിലും ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ബുക്ക്, പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേര് ഫിലോസഫി സുവോളജിക് എന്ന ബുക്ക്. ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് ലാമാർക്കിസം? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓർഗാനിസം ഇവോൾവ് ബൈ അക്വയറിംഗ് ന്യൂ ക്യാരക്ടേഴ്സ് ഡ്യൂറിംഗ് ദെയർ ലൈഫ് ടൈം ഇൻ റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ നീഡ്സ് ആൻഡ് ദീസ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ബൈ ഓസ്പ്രിംഗ്. ലാമാർക്കിസിൽ പറയുന്ന കാര്യങ്ങൾ, ജീവജാലങ്ങൾ ചില എൻവയോൺമെന്റൽ നീഡ്സിന് വേണ്ടി പെരുമാറുമ്പോൾ അതിൽ നിന്നും ചില ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്യുകയും ആ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, തലമുറയിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാം കോമൺ ആയിട്ട് എക്സാമ്പിൾ ആണ് ജിറാഫ്. മെയിൻ പോയിന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ വൈറ്റൽ ഫോഴ്സ്, അതായത് ജീവജാലങ്ങൾക്കകത്ത് ഒരു ഇന്റേണൽ പൊട്ടൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവുകയും അത് അവരുടെ സർവൈവിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. എഫക്ട് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ന്യൂ നീഡ്സ്, അതായത് ഇവിടെ പ്രകൃതി ചില എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ആ പ്രകൃതിയിലെ ചില ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. യൂസ് ആൻഡ് ഡിസീസ് ഓഫ് ഓർഗൻസ്, അതിനുവേണ്ടി ആ എൻവയോൺമെന്റൽ നീഡ്സിന് ചില ഓർഗൻസ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ചില ഓർഗൻസ് എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ആ യൂസ് ചെയ്യുന്ന ഓർഗൻസ് അതൊരു പുതിയ ക്യാരക്ടറായിട്ടും എന്ത് ചെയ്യുന്ന അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നു. പാമ്പിന് കാലുകൾ ഉപയോഗിക്കാറുള്ളത് കൊണ്ട് അടുത്ത തലമുറയിലെ പാമ്പുകൾ കാലില്ലാത്ത പാമ്പുകൾ ഉണ്ടായെന്ന് പറയുന്നില്ല. അതൊക്കെ തന്നെ ഇതിൽ പറയുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്, ഇങ്ങനെ അക്യൂർ ചെയ്ത ക്യാരക്ടേഴ്സ്, ഓർക്കുക ആവശ്യത്തിനനുസരിച്ച് യൂസ്ഫുള്ളിനനുസരിച്ച് അക്യൂർ ചെയ്ത ക്യാരക്ടേഴ്സ് ആണ് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നത്. ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്, അതിൽ നിന്ന് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകും. കോമൺ എക്സാമ്പിൾ ആ ജിറാഫിന്റെ കാര്യം ഓർത്തിരിക്കുക. മോഡേൺ സിന്തസിസ് ഓർ നിയോ ഡാർവിനിസം, അതായത് മെൻഡേലിയൻ ജെനറ്റിക്സിന്റെയും ഡാർവിന്റെ തിയറികളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് പിന്നീട് വന്ന പുതിയ തിയറികളാണ് നിയോ ഡാർവിനിസം അഥവാ മോഡേൺ സിന്തസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. It is said that evolution occurs through changes in gene frequencies in populations over time, brought about by mutation, recombination, natural selection, genetic drift, gene flow and isolation. മേൽപ്പറഞ്ഞ മെക്കാനിസത്തിൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ട് ജീവജാലങ്ങളിലെ അലീലി ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അത് പുതിയ ക്യാരക്ടർ വേരിയേഷന് കാരണമാവുകയും അതിൽ നിന്ന് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് മോഡേൺ സിന്തസിസിൽ പറയുന്നത്. മെയിൻ പോയിന്റുകൾ എന്ന് പറയുന്നത്, പോപ്പുലേഷൻ ഇസ് എ യൂണിറ്റ് ഓഫ് എവല്യൂഷൻ. ഇവിടെ
പോപ്പുലേഷന് പ്രാധാന്യം നൽകിയിട്ടാണ് എവല്യൂഷൻ നിർണ്ണയിച്ചിരിക്കുന്നത്. ജീൻ ഫ്രീക്വൻസി ചേഞ്ചസ്, ആ പോപ്പുലേഷനകത്ത് അലീലുകളിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റമാണ് പിന്നീടുള്ള പരിണാമത്തിന് കാരണമെന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് വേരിയേഷൻ, പിന്നെ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള കാരണം, അതിന്റെ വേരിയേഷൻസ് ചിലപ്പോൾ മ്യൂട്ടേഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ ക്രോമസോമൽ ചേഞ്ചസ് ഉണ്ടാവാം. ഈ വേരിയേഷൻസ് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ ആക്ട് ഓൺ വേരിയേഷൻ, ഈ വേരിയേഷനിൽ പ്രകൃതി ആക്ട് ചെയ്യുകയും പ്രകൃതി സെലക്ട് ചെയ്യുകയും ചെയ്ത് ആ സെലക്ട് ചെയ്തത് പുതിയ സ്പീഷീസ് ആയിട്ട് പരിണമിച്ചു വരുന്നു. അതർ എവല്യൂഷണറി പ്രോസസ്, ഇതിന് പുറമെ ജനറ്റിക് ഡിഫ്റ്റും ജീൻ ഫ്ലോയും ഐസൊലേഷനും നോൺ റാൻഡിങ് മേറ്റിങ്ങും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും വേരിയേഷൻസ് ഉണ്ടാകാം. അതിലൂടെ പുതിയ ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്ത് പുതിയ സ്പീഷീസ് ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് സ്പീസിയേഷൻ, അതായത് പുതിയ ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന സ്പീസിയേഷൻ. പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പ്രൊപ്പോസ് ചെയ്ത് നൈസ് എൽഡ്രജും അതുപോലെ സ്റ്റീഫൻ ജെ ഗൗൾഡും ചേർന്നാണ് 1972 പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പ്രൊപ്പോസ് ചെയ്തത്. എന്താണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ? ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് എവല്യൂഷൻ ഡസ് നോട്ട് ആൾവേസ് ഒക്കർ സ്ലോലി ആൻഡ് കണ്ടിന്യൂസ്ലി, അതായത് ഈ എവല്യൂഷൻ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടും കണ്ടിന്യൂസ് നടക്കുന്ന ഒരു പ്രോസസ് അല്ല എന്നാണ് പറയുന്നത്. Instead, species remain unchanged for long periods and are interrupted by short periods of rapid evolutionary change and speciation. അതായത് എവല്യൂഷൻ നടക്കുന്നത് ഒരു സ്ലോ കണ്ടിന്യൂസ് പ്രോസസ് അല്ല. കുറെ നാൾ ഈ സ്പീഷീസ് എന്ത് ചെയ്യുന്നു, അവരുടെ ജീനുകൾ മാറ്റമില്ലാതെ ഒരു ലോങ് പീരീഡിൽ അൺചേഞ്ച് ആയിട്ട് തുടരുകയും പിന്നീട് പെട്ടെന്നുണ്ടാകുന്ന ചില ചേഞ്ചസിന്റെയും സ്പീസിയേഷന്റെ ഫലമായിട്ടാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡ് ഓഫ് സ്റ്റാറ്റസ്. നേരത്തെ പറഞ്ഞു കുറെ നാളത്തേക്ക് ലോങ് പീരീഡിലേക്ക് എന്തെങ്കിലും ചേഞ്ച് ഇല്ലാതെ തുടരുന്നു. ഷോർട്ട് ബർസ്റ്റ് ഓഫ് റാപ്പിഡ് എവല്യൂഷൻ, പെട്ടെന്നുണ്ട് ആകസ്മികമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് പുതിയ സ്പീസിയേഷൻ ഉണ്ടാകുന്നു. റാപ്പിഡ് സ്പീസിയേഷൻ ഇൻ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ, അതിൽ നിന്നും പുതിയ സ്പീഷീസുകൾ ന്യൂ സ്പീഷീസുകൾ എന്ത് ചെയ്യുന്നു, ചില ജോഗ്രഫിക്കൽ ഐസൊലേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു. അതായത് നമ്മൾ സ്പീസിയേഷൻ അലോപാട്രിക് സ്പീഷീസ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതിൽ അലോപാട്രിക് സ്പീഷീസിൽ ഒരു ജോഗ്രഫിക്കൽ ബാരിയർ കൊണ്ട് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത്. അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ചില ചേഞ്ചസ് കൊണ്ടാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത്. എക്സ്പ്ലെയിൻ ഫോസിൽ ഗ്യാപ്സ്, അതായത് ഫോസിലിന്റെ എവിഡൻസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പീസിയേഷൻ ഉണ്ടായത്, സഡൻ അപ്പിയറൻസ് ഓഫ് സ്പീഷീസ് എങ്ങനെ സംഭവിച്ചു, അതുപോലെ ന്യൂ ട്രാൻസിഷണൽ ഫോംസ് എങ്ങനെ ഉണ്ടായി എന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിലൂടെയാണ്. മോഡേൺ സിന്തസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹാർഡി വെയിൻസ്ബർഗ് ഇക്വിലിബ്രിയം. ഇതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക, ഇതും കൂടെ ഇന്നത്തെ റിവിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നിയോ ഡാർവിനിസം അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പോപ്പുലേഷൻ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഇതും കൂടെ റിവിഷൻ ചെയ്യുന്നത്. That state in a large randomly mating population, allele frequency and genotype frequency remain constant from generation to generation in the absence of evolutionary forces. എവല്യൂഷണറി ഫോഴ്സുകൾ ഇല്ലെങ്കിൽ എത്ര ജനറേഷൻ വരെയും അലീലി ഫ്രീക്വൻസിയിൽ ഒരു മാറ്റമില്ലാതെ ചേഞ്ച് ഇല്ലാതെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ തിയറിയിലൂടെ പറയുന്നത്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഉണ്ടാകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഏതൊക്കെയാണ് കണ്ടീഷൻ? ഒന്ന്, ലാർജ് പോപ്പുലേഷൻ സൈസ് ആയിരിക്കണം. പിന്നെ റാൻഡം മീറ്റിംഗ്, അതുപോലെ നോ മ്യൂട്ടേഷൻ, നോ മൈഗ്രേഷൻ, ജീൻ ഫ്ലോ ഉണ്ടാകരുത്. ദെൻ നോ നാച്ചുറൽ സെലക്ഷൻ, നോ ജനറ്റിക് ഡ്രിഫ്റ്റ് ഓർ റീകോമ്പിനേഷൻ എഫക്ട്. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പോസിബിൾ ആകുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഒരു ഇക്വേഷൻ രൂപീകരിച്ച് നമുക്കറിയാം, +2 പഠിച്ചിട്ടുള്ളതാണ്. ഫ്രീക്വൻസി ഡോമിനന്റ് അലീലിന് പി എന്നും ഫ്രീക്വൻസി ഓഫ് റെസിസ്റ്റന്റ് അലീലിന് ക്യൂ എന്നും കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം P + Q = 1 ആയിരിക്കും. ദാറ്റ് ഈസ് P² + 2PQ + Q² = 1. ഇത് P² എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ് ക്യാരക്ടേഴ്സ്, 2PQ എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസിന്റെ ഫ്രീക്വൻസി ആയിരിക്കും, Q² എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റിസസീവ് ക്യാരക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് HSST സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ലാമാർക്സ് എവല്യൂഷണറി ഫ്രെയിംവർക്ക്? താഴത്തെ നിരക്കിൽ ലാമാർക്സിന്റെ എവല്യൂഷണറി ഫ്രെയിംവർക്കിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. മോർ ഇൻഡിവിജ്വൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഈച്ച് ജനറേഷൻ ദാൻ ക്യാൻ സർവൈവ്. Phenotypic variations exist among individuals and the variation is heritable. The development of organs and their ability are constantly a result of the use of those organs. നേരത്തെ പറഞ്ഞു യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫ്രെയിംവർക്കിൽ വരുന്നത് അല്ലേ? അപ്പൊ സി ആണ് ആൻസർ. ഇപ്പൊ ഡി പറയേണ്ട ആവശ്യമില്ലല്ലോ, വായിച്ചു നോക്കുക. The theory that proposed once a species appear in the fossil record, the population will become stable, showing little evolutionary change for most of its
ജിയോഗ്രഫിക്കൽ ഹിസ്റ്ററി. ഇത് 2022 ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്ത കാര്യമാണ് അല്ലേ. ഒരു ഫോസിൽ റെക്കോർഡിലൂടെ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു സ്പീഷീസിന്റെ പരമ്പരയെ നിർണ്ണയിക്കുന്നത് ഏതായിരിക്കും? പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. The development of resistance by insect to pesticide in an example for. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന ടോപ്പിക്കാണ് മൈക്രോ എവല്യൂഷൻ. അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അത് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പൊ ആൻസർ മൈക്രോ എവല്യൂഷൻ. അതായത് ചില ഇൻസെക്റ്റുകൾ പെസ്റ്റിസൈഡ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടുന്നുണ്ട്. അതൊരു എവല്യൂഷണറി ക്യാരക്ടറാണ്. അത് മൈക്രോ എവല്യൂഷനിൽ വരുന്ന ഭാഗമാണ്. Which of the following is not an example of co-evolution? Co-evolution എക്സാമ്പിൾ അല്ലാത്ത ഏതാണ്? Co-evolution എന്ന് വെച്ചാൽ രണ്ട് ജീവികൾ പരസ്പരം ബന്ധപ്പെട്ട് എവല്യൂഷൻ ചെയ്തു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സാമ്പിൾ ആണ് ഫിഗ് വാസ്പും ഫിഗ് ട്രീയും തമ്മിലുള്ള എക്സാമ്പിൾ പഠിച്ചത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആസ്ട്രിയൻ ലാബിറ്റ് ആൻഡ് മിക്സോമ വൈറസ്, ഹമ്മിങ് ബേർഡ്സും ബേർഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സും ഒക്കെ അത് കോ-എവല്യൂഷൻ കാണിക്കുന്നതാണ്. അപ്പൊ എവല്യൂഷൻ കാണിക്കാത്തത് അക്കേഷ്യ ആൻസും ലോഡ്ജ് പോൾ പൈൻസും ഇതിൽ വരുന്ന എക്സാമ്പിൾ അല്ല. അത് കോ-എവല്യൂഷൻ കാണിക്കുന്ന സ്പീഷീസുകളല്ല. The modern synthetic theory of evolution was proposed by 2022 ക്വസ്റ്റ്യൻ ആണ്. ആരാണ് മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ പ്രൊപ്പോസ് ചെയ്തത്? ഓപ്ഷൻ ഡി, തിയോഡസിസ് ഡോബ്സൻസ്കൈ. മോഡേൺ സിന്തസിൽ ഈ ടേം അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്, ഒന്ന് ഓർത്തിരിക്കുക. മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ പ്രൊപ്പോസ് ചെയ്തത് തിയോഡസിസ് ഡോബ്സൻസ്കൈ ആണ്, ഓർത്തിരിക്കുക. The two key concepts of Darwinian theory of evolution are. ഡാർവീനിയൻ തിയറി ഓഫ് എവല്യൂഷനിൽ പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഡാർവീനിയൻ തിയറിയിൽ പറയുന്ന കാര്യം ഒന്ന് ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഈ നാച്ചുറൽ സെലക്ഷൻ കണ്ടാൽ നമുക്കറിയാം അത് ഡാർവിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. സാൾട്ടേഷൻ, ഫൗണ്ടർ എഫക്ട് ഇതിൽ വരുന്നതല്ല. ചാൻസ് ഓഫ് മ്യൂട്ടേഷൻ, ആന്ത്രോപോജനിക് ആക്ഷനും അഡാപ്റ്റീവ് റേഡിയേഷനും ജനറ്റിക് മ്യൂട്ടേഷനിൽ വരുന്നതല്ല. അപ്പൊ ഇവിടെ നാച്ചുറൽ സെലക്ഷൻ വരുന്ന ബ്രാഞ്ചിങ് ഡിസെന്റ് അത് തന്നെയാണ് ഓപ്ഷൻ. Which of the following is an example of anthropogenic evidence of evolution? Anthropogenic മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന എവല്യൂഷൻ അല്ലെ, മാൻമെയ്ഡ് എവല്യൂഷന് എക്സാമ്പിളുള്ള ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ ബാക്ടീരിയ. നേരത്തെ ഇൻസെക്ട് പറഞ്ഞതുപോലെ ചില പെസ്റ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ ഇൻസെക്റ്റുകൾ ഓവർകം ചെയ്ത് അതിന് ഓവർകം ചില കപ്പാസിറ്റി നേടുന്ന പോലെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് കപ്പാസിറ്റി നേടുന്ന ബാക്ടീരിയകൾ ഉണ്ടാകുന്നത് അത് ആന്ത്രോപോജനിക് എവിഡൻസ് ഓഫ് എവല്യൂഷൻ എക്സാമ്പിൾ ആണ്. The concept of survival of the fittest was coined by, or the term survival of the fittest coined by. ഈ ടേം കൊണ്ടുവന്ന ആരാണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ടേം കൊണ്ടുവന്നത് ഹെർബർട്ട് സ്പെൻസർ എന്ന സയന്റിസ്റ്റ് ആണ്, ഓർത്തിരിക്കും. അക്കോർഡിംഗ് ടു ഡാർവിൻ, വേരിയേഷൻസ് ആണ്. ഡാർവിന്റെ അഭിപ്രായത്തിൽ എന്താണ് വേരിയേഷൻസ്? നമുക്ക് നേരത്തെ പറഞ്ഞു സ്മാൾ ആയിട്ട് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് ഡയറക്ഷനിൽ നടക്കുന്ന ചേഞ്ച് ആണ് വേരിയേഷൻസ് അല്ലേ. അപ്പൊ ആൻസർ സ്മാൾ ആൻഡ് ഡയറക്ഷണൽ. വാട്ട് ഡസ് ഫിറ്റ്നസ് മീൻസ് ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ? നാച്ചുറൽ സെലക്ഷനിലെ ഫിറ്റ്നസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റീപ്രൊഡക്റ്റീവ് സക്സസ് ആണ് അല്ലെ. മാക്സിമം കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി, റീപ്രൊഡക്റ്റീവ് സക്സസ് ചെയ്യുക, അതായത് ലീവിംഗ് മോർ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ പ്രൈമറി റോ മെറ്റീരിയൽ ഫോർ നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷന്റെ പ്രൈമറി റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേരിയേഷൻസ് ആണ്. വേരിയേഷൻസ് ഉള്ളവരെയാണ് പ്രകൃതി എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. Which of the following is not part of Darwinian theory? ഡാർവിനിയൻ തിയറിയിൽ വരാത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. അങ്ങനെ അക്വയർ ചെയ്യുന്ന ക്യാരക്ടർ തലമുറയിലോട്ട് പാസ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് ലാമാർക്കാണ്. അപ്പൊ അതാണ് ഡാർവിനിയൻ തിയറിയിൽ വരാത്തത്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് ബെസ്റ്റ് എക്സംപ്ലിഫൈഡ് ബൈ. അഡാപ്റ്റീവ് റേഡിയേഷന് ഉത്തമ ഉദാഹരണമാണ് നമുക്കറിയാം ഓസ്ട്രേലിയൻ മാർസുപ്പിയേഴ്സ്. നിയോ ഡാർവിനിസം സ്റ്റേറ്റ് ദാറ്റ് ദ യൂണിറ്റ് ഓഫ് എവല്യൂഷൻ ഈസ്. നിയോ ഡാർവിനിസത്തിൽ എന്താ പറയുന്നത്? ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടാണ് നിയോ ഡാർവിനിസം അല്ലെങ്കിൽ മോഡേൺ സെൻസിൽ പറയുന്നത്. അപ്പൊ ആൻസർ പോപ്പുലേഷൻ. The cellular forms of life appeared on Earth about 2000 million years ago. Who proposed the theory of natural selection? അറിയാം, ചാൾസ് ഡാർവിൻ. The book in which Darwin explained his theory, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് ആൾസോ നോൺ ആസ്. ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷനെ അറിയപ്പെടുന്ന പേര് എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. വിച്ച് വേരിയേഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ഡാർവിനിസം? ഡാർവിനിസത്തിൽ ഏത് വേരിയേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ജെർമിനൽ ഓർ ഹെറിറ്റബിൾ വേരിയേഷൻ അല്ലെ. ജെർമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെറിറ്റബിൾ ചെയ്യുന്ന വേരിയേഷൻസ്. വിച്ച് സയന്റിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി കൺസീവ്ഡ് ദ ഐഡിയ ഓഫ് നാച്ചുറൽ സെലക്ഷൻ സിമിലർ ടു ഡാർവിൻ? ഡാർവിന്റെ വർക്കുമായിട്ട് സിമിലാരിറ്റി ഉള്ള വർക്ക് ചെയ്തത് ആൽഫ്രഡ് റസൽ വാലസ് ആണ്.
ഡാർവിൻസ് തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ പ്രോപ്പർലി. ഡാർവിന്റെ തിയറി പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് വേരിയേഷൻസ്, എങ്ങനെ ഈ വേരിയേഷൻ ഉണ്ടായി എന്ന് പറയുന്നില്ല. കാരണം ഡാർവിന് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അതിന്റെ എക്സ്പ്ലെയിൻ നോക്കുക, ജനറ്റിക്സിനെ കുറിച്ചോ മ്യൂട്ടേഷനെ കുറിച്ചോ അറിവില്ലാത്തതുകൊണ്ടാണ് അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദ സെൻട്രൽ കൺസെപ്റ്റ് ഓഫ് ലാമാർക്കിസം. ലാമാർക്കിസത്തിന്റെ സെൻട്രൽ കൺസെപ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞു, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. Which scientists experiment on mice largely disproved the theory of inheritance of acquired characters. ലാമാർക്കിന്റെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് തിയറിയെ ഡിസ്പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ അതിനെതിരായിട്ട് പരീക്ഷണങ്ങൾ എലിയിലൂടെ നടത്തിയത് ആരാണ്? ആഗസ്റ്റ് വെയ്ൻസ്മാൻ ആണ്. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻ. ദ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ ലാമാർക്ക്. നമുക്കറിയാം ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആണ്. ദ ബുക്ക് ഓഫ് ഫിലോസഫി സുവോളജി. നേരത്തെ പറഞ്ഞു ഈ ബുക്ക് എഴുതിയ ആരാണ്? ലാമാർക്ക് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ലാമാർക്കിസം. ലാമാർക്കിസത്തിന്റെ പ്രിൻസിപ്പിളിൽ വരാത്തതെന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. ദ തിയറി ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ജെംസ് പ്ലാസം വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് ലാമാർക്കിൻ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ. നേരത്തെ പറഞ്ഞു ലാമാർക്കിന്റെ തിയറിക്ക് എതിരായിട്ട് എലിയിലൂടെ പരീക്ഷണങ്ങൾ ചെയ്ത് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തിയറി കൊണ്ടുവന്നത് ഓഗസ്റ്റ് വെയ്ൻസ്മാൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ നിയോ ലാമാർക്കിസ് ഒബ്സർവേഷൻ. നിയോ ലാമാർക്കിസ് ഒബ്സർവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ ഏതാണ്? എൻവയോൺമെന്റ് ക്യാൻ ഇൻഡ്യൂസ് ഹെറിറ്ററി ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ജെയിം സെൽ. എൻവയോൺമെന്റിലെ ജെയിം സെൽ ഡയറക്റ്റ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് മോഡേൺ ആയിട്ടുള്ള ലാമാർക്കിസ് ഒബ്സർവേഷൻ കണക്കാക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ലാമാർക്കിസം. നേരത്തെ പറഞ്ഞു യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. ദ ടെൻഡൻസി ഓഫ് organism to become more complex in Lamarckism is called vital force or internal vital force. Lamarckism, the sequence is best represented as. Lamarckism sequence നോക്കാം. ആൻസർ ഒന്ന് ബി ആണ്. നോക്കാം. എൻവയോൺമെന്റൽ ചേഞ്ച്, അതനുസരിച്ച് പുതിയ നീഡ്സ് ഉണ്ടാകുന്നു. ആ നീഡ്സിലെ യൂസ് അല്ലെങ്കിൽ ഡിസീസിന്റെ കാരണം ചില ക്യാരക്ടർ അക്വയർ ആകുന്നു, അത് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അല്ലേ? ദ സീക്വൻസ് ഈവൻസ് ഡാർവിനിസം. അങ്ങനെ ഡാർവിനിസിലെ സീക്വൻസ് നോക്കാം. ഓവർ പ്രൊഡക്ഷൻ, struggle for existence, natural selection, survival of the fittest. മോഡേൺ സിന്തസിസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ മോഡേൺ സിന്തറ്റിക് തിയറി, ദ യൂണിറ്റ് ഓഫ് എവല്യൂഷൻ നേരത്തെ പറഞ്ഞു പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിന്റെ അലീലി ഫ്രീക്വൻസിന്റെ ചേഞ്ചസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകി പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ദ മോഡേൺ സിന്തറ്റിക് തിയറി. മോഡേൺ സിന്തറ്റിക് തിയറിയുടെ ഫാക്ടർ അല്ലാത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഓപ്ഷൻ വായിച്ചു നോക്കുക. ഞാൻ അത് വെച്ചിട്ടാണ് പറയുന്നത്, ആൻസർ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. സ്മാൾ പോപ്പുലേഷൻ സൈസ് ഈസ് ദ കണ്ടീഷൻ ഫോർ. സ്മാൾ പോപ്പുലേഷൻ അത് ഏതിന്റെ കണ്ടീഷനാണ്? ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ കണ്ടീഷനാണ് സ്മാൾ പോപ്പുലേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു സ്മാൾ പോപ്പുലേഷൻ ഉണ്ടാകുന്നത്. ദ ടേം മോഡേൺ സിന്തസിസ് വാസ് കോയിൻഡ് ബൈ. മോഡേൺ എന്ന ടേം കൊണ്ടുവന്നത് ജൂലിയൻ ഹക്സ്ലിയാണ്. വിച്ച് ഐസൊലേഷൻ പ്രിവെന്റ്സ് മേറ്റിംഗ് ബിറ്റ്വീൻ സ്പീഷീസ്. ഈ സ്പീഷീസിന് ഇടയ്ക്കുള്ള മേറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഏത് ഐസൊലേഷൻ ആണ്? റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് ഈസ് ആൾസോ നോൺ ആസ്. ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ മറ്റൊരു പേരെന്താണ്? സീവാഗ് റൈറ്റ് എഫക്ട് എന്നും പറയാറുണ്ട്. നിയോ ഡാർവിനിസം ഈസ് ദ സിന്തസിസ് ഓഫ്. നേരത്തെ പറഞ്ഞു നിയോ ഡാർവിനിസം എങ്ങനെ ഉണ്ടായത്? മെന്റേലിയൻ ജനറ്റിക്സിന്റെയും ഡാർവിനിയൻ തിയറിയുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അതാണ് ആ പോയിന്റ്. ദ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ആൾസോ നോൺ ആസ് നിയോ ഡാർവിനിസം. Who among the following is not typically credited with developing the modern synthetic theory of evolution? Modern synthetic theory of evolutionലെ അതുമായി ബന്ധമില്ലാത്ത സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂഗോ ഡീബ്രിസ് ആണ്. ഓപ്ഷനിൽ ഡോബ്സ്കൻസ്കി ഉണ്ട്, ദെൻ ഏണസ്റ്റ് മേയർ ഉണ്ട്, സ്റ്റെബിൻസ്. ഇവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടത്തിയിട്ടുള്ള സയന്റിസ്റ്റ്. ഹ്യൂഗോ ഡീബ്രിസ് ഇതിലുമായി ബന്ധം മ്യൂട്ടേഷൻ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലാണ് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. The raw material for evolution according to the modern synthetic theory is provided by. നേരത്തെ പറഞ്ഞു ഒരു മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷനിലെ റോ മെറ്റീരിയൽ ആക്ട് ചെയ്യുന്നത് ജനറ്റിക് വേരിയേഷൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് റിഡ്യൂസസ് ജനറ്റിക് വേരിയേഷൻ ഇൻ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ ജനറ്റിക് വേരിയേഷൻ കുറയ്ക്കുന്ന ഫാക്ടർ ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. The change in allele frequency due to chance events rather than natural selection is known as. നാച്ചുറൽ സെലക്ഷൻ അല്ലാതെ ചാൻസിലൂടെ, ഈവൻസിന്റെ ചാൻസിലൂടെ അലീലി ഫ്രീക്വൻസിയിലുള്ള ചേഞ്ച് ആണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഹാർഡി വെയ്ൻബർഗ് ഇക്വിലിബ്രിയം ഈസ് ഡിസ്റപ്റ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് ഇൻ മോഡേൺ സിന്തറ്റിക് തിയറി. നേരത്തെ പറഞ്ഞ നാച്ചുറൽ സെലക്ഷൻ മോഡേൺ തിയറിയിൽ വരുന്ന അല്ല.
ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ലീഡ്സ് ടു സ്പീസിയേഷൻ ബൈ കോസിങ്. നേരത്തെ പറഞ്ഞു ജോഗ്രഫിക്കൽ ബാരിയർ അല്ലെങ്കിൽ സെപ്പറേഷൻ കാരണം സ്പീസിയേഷൻ ഉണ്ടാകുമല്ലോ, അതിന് കാരണം റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ സംഭവിക്കുന്നുണ്ട്. Which of the following is considered the most powerful mechanism directing evolutionary change? Natural selection. Natural selection ആണ് മോസ്റ്റ് പവർഫുൾ മെക്കാനിസം. എവല്യൂഷണറി ചേഞ്ചിന് കാരണമാകുന്ന പവർഫുൾ മെക്കാനിസം എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ന്യൂ ജനറ്റിക് വേരിയേഷൻ ഇൻ എ പോപ്പുലേഷൻ ഈസ്, ഒരു പോപ്പുലേഷൻ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ജനറ്റിക് വേരിയേഷൻ കാരണം മ്യൂട്ടേഷൻ ആണ്. ഹു ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ മേജർ ആർക്കിടെക്ട് ഓഫ് ദ മോഡേൺ സിന്തറ്റിക് തിയറി. മോഡേൺ സിന്തറ്റിക് തിയറിയുടെ മേജർ ആയിട്ടുള്ള ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് ഡോബ്സൺസ്കൈ ആണ്. The book Genetics and Origin of Species was written by Dobzhansky. The scientist who strongly integrated systematic with evolution modern synthesis. എവല്യൂഷനിൽ സിസ്റ്റമാറ്റിക്സുമായി ചേർത്ത് തിയറീസ് കൊണ്ടുവന്നത് ഏണസ്റ്റ് മെയർ ആണ്. എവല്യൂഷൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്സും കമ്പൈൻ ചെയ്തിട്ടുള്ള തിയറി കൊണ്ടുവന്നത് ആരാണ്? ഏണസ്റ്റ് മെയർ ആണ്. ഓർത്തിരിക്കുക, സിസ്റ്റമാറ്റിക്സ് ഏണസ്റ്റ് മെയർ എന്ന് ഓർത്തിരിക്കുക. The scientist who associated with പാലിയോന്റോളജി ഇൻ മോഡേൺ സിന്തറ്റിക് തിയറി. ഈ മോഡേൺ സിന്തസിസുമായിട്ട് പാലിയോന്റോളജിയെ അറ്റാച്ച് ചെയ്ത അതിനെ അസോസിയേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജി സിംപ്സൺ. ദ സയന്റിസ്റ്റ് അസോസിയേറ്റ് വിത്ത് പ്ലാന്റ് എവല്യൂഷൻ ഇൻ മോഡേൺ സിന്തസിസ്. ഈ മോഡേൺ സിന്തസിൽ പ്ലാന്റിന്റെ എവല്യൂഷൻ അസോസിയേറ്റ് ചെയ്തത് സ്റ്റെബിൻസ് ആണ്. ദ സഡൻ ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ ദ പോപ്പുലേഷൻ സൈസ് ലീഡിംഗ് ദ റാൻഡം അലീലിക് ലോസ് ഈസ് കാൾഡ്. ഒരു പോപ്പുലേഷനിലെ റാൻഡം അലീലിക് ലോസിന് കാരണമാകുന്ന പോപ്പുലേഷൻ സൈസിലുള്ള റിഡക്ഷനെ, പെട്ടെന്നുണ്ടാകുന്ന റിഡക്ഷനെ എന്ത് പറയാം? ബോട്ടിൽ നെക്ക് എഫക്ട്. പ്ലസ് ടുവിൽ പഠിച്ച ടോപ്പിക്കാണ് അല്ലെ. സെലക്ഷൻ ഫേവറിംഗ് ദ ആവറേജ് ഫീനോടൈപ്പ്. ആവറേജ് ഫീനോടൈപ്പിനെ ഫേവർ ചെയ്യുന്ന സെലക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ്. ഇത് നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച ടോപ്പിക്കാണ്. സെലക്ഷൻ ഫേവറിംഗ് വൺ എക്സ്ട്രീം ഫീനോടൈപ്പ്. ഒരു എക്സ്ട്രീം ഫീനോടൈപ്പ് സെലക്ട് ചെയ്യുന്നതാണ് ഡയറക്ഷണൽ സെലക്ഷൻ. സെലക്ഷൻ ഫേവറിംഗ് ബോത്ത് എക്സ്ട്രീംസ് ഓവർ ഇന്റർമീഡിയറ്റ്സ്. ഇത് നമ്മൾ പ്ലസ് ടു പഠിച്ചതാണ്. ഡിസ്ട്രക്റ്റീവ് സെലക്ഷൻ. ദ ടൈപ്പ് ഓഫ് സെലക്ഷൻ ദാറ്റ് റെഡ്യൂസസ് വേരിയേഷൻ അറൌണ്ട് ദ മീൻ ഈസ് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ. ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ, നേരത്തെ പറഞ്ഞ ഡയറക്ഷണൽ സെലക്ഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. Hardy Weinberg law states that allele frequency remain constant in a population if, അതായത് നേരത്തെ പറഞ്ഞു പോപ്പുലേഷനില് കുറെ നാളത്തേക്ക് ജനറേഷനിലേക്ക് ആ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കുന്നുണ്ട്. ഏത് കണ്ടീഷൻ കൊണ്ടായിരിക്കും? നോ എവല്യൂഷണൽ ഫോഴ്സ് ആക്ട്. വേറെ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്തിട്ടില്ല, ജീനിന് മ്യൂട്ടേഷൻ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ തുടരും അല്ലെ. നാച്ചുറൽ സെലക്ഷൻ ഇൻ മോഡേൺ സിന്തസിസ് ലീഡ്സ് ടു non-random survival of genetically variable individuals. Which of the following is not a condition for Hardy Weinberg equilibrium? ഇതിന്റെ കണ്ടീഷനിൽ വരാത്തത് strong natural selection. The total sum of genes and their alleles in the population is called, നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ള ടേമാണ് ജീൻ പൂൾ. മാച്ച് ദ ഫോളോയിങ്. ഡോബ്സൺസ്കൈ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ജെനറ്റിക്സ് ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. അപ്പോൾ ഒന്നിന്റെ ആൻസർ ഡി ആണ്. ഏണസ്റ്റ് മെയർ നേരത്തെ പറഞ്ഞു സിസ്റ്റമാറ്റിക്കുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പം ഏതായിരിക്കും? 2 സി ആണ്. സിംസൺ നേരത്തെ പറഞ്ഞു പാലിയന്റോളജിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പം 3 എ ആണ്. സ്റ്റെബിൻസ് ആണ് എന്ത് ചെയ്ത് പ്ലാന്റ് എവല്യൂഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷണം നടത്തി. അപ്പം 4 ബി ആണ് ആൻസർ. അക്കോർഡിംഗ് ടു ദ മോഡേൺ സിന്തസിസ് എവല്യൂഷൻ ഈസ്, നേരത്തെ പറഞ്ഞു ചേഞ്ച് ദ ജീൻ ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ഓവർ ജനറേഷൻസ്. Which of the following is the correct sequence in modern synthesis? നോക്കാം സീക്വൻസ്. മ്യൂട്ടേഷൻ ഓർ റീകോമ്പിനേഷൻ, അതിൽ നിന്ന് വേരിയേഷൻ, ദെൻ സെലക്ഷൻ ഓർ ഡ്രിഫ്റ്റ് ഓർ ഐസൊലേഷൻ, ദെൻ സ്പീസിയേഷൻ. ആ ഒരു സീക്വൻസ് ഓർത്തിരിക്കും. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് മോഡേൺ സിന്തസിസ്? മോഡേൺ സിന്തസിൽ ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തത് ഇറ്റ് ആക്സെപ്റ്റ്സ് മ്യൂട്ടേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ആസ് ഓൾസോ വേരിയേഷൻ. അത് കറക്റ്റ് ആണ്. ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു പോപ്പുലേഷൻ ജെനറ്റിക്സ്. മോഡേൺ സിന്തസിസ് പോപ്പുലേഷൻ ജെനറ്റിക്സിലെ വേരിയേഷനെ കുറിച്ചാണ് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവസാനത്ത് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് നാച്ചുറൽ സെലക്ഷൻ, ഐസൊലേഷൻ, സ്പീസിയേഷൻ. അതും കറക്റ്റ് ആണ്. സി നോക്കാം. ഇറ്റ് സപ്പോർട്ട് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആസ് എ മേജർ മെക്കാനിസം. അക്വയർഡ് ക്യാരക്ടർ നമ്മൾ ഇതിലെ മോഡേൺ സിന്തസിസിൽ വരുന്ന കാര്യമേ അല്ല. The Hardy Weinberg equation for
2 alleles. അത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. പി പ്ലസ് ക്യൂ ഇസിക്വൽ ടു 1 ഉണ്ട്, പി സ്ക്വയർ പ്ലസ് 2 പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ ഇസിക്വൽ ടു 1 രണ്ടും വരുന്നു. അപ്പൊ രണ്ടും വരുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. Which of the following is not a condition for Hardy-Weinberg equilibrium? ഇത് പല തരത്തിലും കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ട് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ ആദ്യം ഹാർഡി-വെയിൻബെർഗിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് ഓർത്തിരിക്കുക, അതല്ലാത്ത നോക്കുക. ഇവിടെ റാൻഡം മേറ്റിംഗ്, ലാർജ് പോപ്പുലേഷനോ മ്യൂട്ടേഷനൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫ്രീക്വന്റ് മൈഗ്രേഷൻ ഇതിൽ വരുന്നതല്ല. ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നോക്കാം. അസേഷൻ എ, Hardy-Weinberg equilibrium is disturbed by mutation and migration. Reason, both can alter allele frequency in the population. Correct, രണ്ടും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ both A and R true. R is the correct explanation of 10. In a population, the frequency of recessive genotype small a is 0.16. What is the frequency of recessive allele A? Recessive genotype ആയ എയുടെ ഫ്രീക്വൻസി എന്നിട്ടുണ്ട് 0.16 ആണെങ്കിൽ അതിന്റെ റെസസീവ് ഒരു അലീലിന്റെ ഫ്രീക്വൻസി അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. നമുക്കറിയാം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്രയായിരിക്കും? 0.4. സൊല്യൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. If Q square is equal to 0.09 in a population, what is the frequency of dominant allele P? ഇവിടെ റിസസീവിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ആ ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി 0.09 ആണ്. ക്യൂ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് ക്യൂ കൊണ്ട് എടുക്കുകയല്ലോ. അപ്പൊ അതിന്റെ എന്ത് എടുക്കുക? സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 0.3 എന്ന് വരും. നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ പി പ്ലസ് ക്യൂ സിക്വൽ ടു 1 എന്ന് പഠിച്ച ഓർമ്മയുണ്ട്. അപ്പൊ പി സിക്വൽ ടു വരും 1 മൈനസ് ക്യൂ എന്ന് വരും. 1 മൈനസ് ക്യൂ, ക്യൂവിന്റെ വാല്യൂ 0.3 കൊടുക്കുമ്പോൾ 0.7 വരും. അപ്പോൾ 0.7 ആണ് ആൻസർ. If frequency of recessive allele Q is 0.2, what is the frequency of heterozygote? ഇവിടെ റെസസീവ് അലീലിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്യൂ ഇട്ടത് 0.2 ആണെങ്കിൽ ഹെട്രോസൈഗസ് 2pq ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹെട്രോസൈഗോട്ട് എന്ന് പറഞ്ഞാൽ 2pq ആണല്ലോ. അതിന്റെ ഫ്രീക്വൻസി എളുപ്പമാണ്. ക്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പി കണ്ടുപിടിക്കാം. അപ്പൊ പി എങ്ങനെ കണ്ടുപിടിക്കാം? പി പ്ലസ് ക്യൂ സിക്വൽ ടു 1. അപ്പൊ ഇവിടെ ക്യൂവിന്റെ വാല്യൂ അറിയാമെങ്കിൽ പി കണ്ടുപിടിക്കാം. പി പ്ലസ് ക്യൂ സിക്വൽ ടു 1 ആണെങ്കിൽ പി സിക്വൽ ടു 1 മൈനസ് ക്യൂ. അപ്പൊ ആ വാല്യൂ കൊടുക്കുമ്പോൾ 0.8 എന്ന് കിട്ടും. പി 0.8, ക്യൂ 0.2. അപ്പൊ 2pq എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാവരും ഇൻഡ് ചെയ്യുമ്പോൾ 0.32 എന്ന് കിട്ടും. In a population, P 0.6, Q 0.4. What is the frequency of homozygous dominant genotype? ഹോമോസൈസ് ഡോമിനന്റ് ആയിട്ടുള്ള ഫീനോടൈപ്പിന്റെ ഫ്രീക്വൻസി വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പിയുടെ തന്നെ സ്ക്വയർ എടുത്താൽ മതി. 0.6ന്റെ സ്ക്വയർ എത്രയാണ്? 0.36 എന്ന് വരും. If 9% of population shows a recessive trait, what is the frequency of carriers? അതായത് റെസസീവ് ട്രേറ്റിന്റെ പോപ്പുലേഷന്റെ ഫ്രീക്വൻസി പെർസെന്റേജ് 9% എന്ന് പറയുമ്പോൾ 0.09 ബൈ 100 നോക്കിയാൽ മതി. 0.09. അപ്പൊ എന്താണ് റെസസീവ് അല്ലേ? അപ്പം ക്യൂ സ്ക്വയർ ഇസിക്വൽ ടു 0.09, അതായത് 9/100. അപ്പൊ 0.09 കിട്ടും. അതിൽ നിന്ന് ക്യൂ കണ്ടുപിടിക്കാം. എത്ര വരും? 0.03. റൂട്ട് എടുത്താൽ മതി. അതിൽ നിന്നും പി കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞാൽ പി കൊടുക്കും. പി ഇസിക്വൽ ടു 1 മൈനസ് ക്യൂ കിട്ടുമ്പോൾ 0.7 എന്ന് കിട്ടും. ഇവിടെ കാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹെട്രോസൈഗസ് അല്ലേ? അപ്പൊ ഹെട്രോസൈഗസിന്റെ വാല്യൂ എത്ര? 2p ഇസിക്വൽ ടു 0.42. ആൻസർ അതാണ്. In a population of 1000 individuals, 360 are heterozygous. If p is equal to 0.6, expected number of heterozygotes is. അപ്പൊ ഇവിടെ 1000 ഇൻഡിവിജ്വൽസിൽ 360 ഹെട്രോസൈഗസ് ആണ്. അതില് പിയുടെ ഫ്രീക്വൻസി 0.6 ആണെങ്കിൽ ഹെട്രോസൈഗിന്റെ എക്സ്പെക്ടഡ് നമ്പർ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് ഇവിടെ പി തന്നിട്ടുണ്ട് 0.6. അങ്ങനെയാണെങ്കിൽ ക്യൂ കണ്ടുപിടിക്കാമല്ലോ. 1 മൈനസ് പി എന്ന് വരും. അപ്പൊ 0.4 എന്ന് വരും. പി അറിയാം, ക്യൂ അറിയെങ്കിൽ പി ക്യൂ കണ്ടുപിടിക്കാം. 2pq കണ്ടുപിടിക്കാം. ഇന്ത്യ എല്ലാവിടെ ഇന്ത്യ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.48 എന്ന് കിട്ടും. അതിനെ ആ ടോട്ടൽ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ എക്സ്പെക്ടഡ് ഹെട്രോസൈഗോട്ട് കിട്ടും. എത്രയായിരിക്കും? 0.48നെ 1000 ഇൻറ്റു ചെയ്യുമ്പോൾ 480 എന്ന് കിട്ടും. ആൻസർ 480. അടുത്ത് നോക്കാം. In a population of 5000, the frequency of recessive phenotype is 0.09. Expected number of homozygote dominant individuals. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് റെസസീവ് ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ തന്നിട്ടുണ്ട് 0.09. അതിൽ നിന്ന് ക്യൂ കണ്ടുപിടിക്കാൻ 0.3. അതിൽ നിന്ന് പി കണ്ടുപിടിക്കാൻ 0.7. പി സ്ക്വയർ കണ്ടുപിടിക്കാൻ 0.49 എന്ന് കിട്ടും. എന്താണ് തന്നിരിക്കുന്നത്? ഹോമോസൈഗ് ഡോമിനന്റ് ഇൻഡിവിജ്വലിന്റെ എക്സ്പെക്ടേഷൻ കൊടുത്തിരിക്കുമ്പോൾ ആ പി സ്ക്വയറിനെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യുക? ടോട്ടൽ നമ്പറായ 5000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2450 എന്ന് കിട്ടും. അതാണ് ആൻസർ. If Q is equal to 0.1, what percent of the population are carriers? Q തന്നിട്ടുണ്ട്. ഹെട്രോസൈഗോട്ട് 2pqന്റെ പെർസെന്റേജ് ചോദിച്ചാൽ ക്യൂവിൽ നിന്നും നമുക്ക് പി കണ്ടുപിടിക്കാം. പിന്നെ 2pq കണ്ടുപിടിക്കാം. അപ്പൊ അതിന്റെ ആൻസർ 0.18 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കുക. 0.18 എന്ന് കിട്ടും. അതിന് നമ്മൾ പെർസെന്റിലോട്ട് ആക്കുമ്പോൾ എത്ര കിട്ടും? ഇൻറ്റു 100 ആക്കുമ്പോൾ എത്ര കിട്ടും?
18%. അതായത് ആൻസർ അതാണ്. പിന്നെ പോപ്പുലേഷൻ റിസസീവ് ഫീനോടൈപ്പ് ഫ്രീക്വൻസി 25%, ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് ഫീനോടൈപ്പ്. ഇവിടെ ഫീനോടൈപ്പിന്റെ റിസസീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 25%. അങ്ങനെ ഡോമിനന്റ് ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഫീനോടൈപ്പ് ആണ്, ജീനോടൈപ്പ് അല്ല, ഫീനോടൈപ്പ് ആണ്. ഇപ്പൊ ഡോമിനന്റ് എന്ന് പറയുമ്പോൾ ഹെട്രോസൈഗസിൽ ഡോമിനൻസ് വരുന്നുണ്ട്, അതുകൂടെ ചേർത്തെടുക്കണം. p² + 2pq + q² = 1 എന്നാണ്. അപ്പൊ ആ q² അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? p² + 2pq = 1 - q² എന്ന് വരും. 1 - q വാല്യൂ കൊടുക്കുക. q² കൊടുക്കുമ്പോൾ നമ്മൾ അത് ചെയ്തു വരുമ്പോൾ 0.75 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 100 ആക്കുമ്പോൾ 75%. If allele frequencies are p = 0.5, q = 0.5, genotype frequency will be. രണ്ട് പിയുടെയും ക്യൂവിന്റെ വാല്യൂ 0.5 ആണെങ്കിൽ അലീൽ ഫ്രീക്വൻസി, ജീനോടൈപ്പ് ഫ്രീക്വൻസി എങ്ങനെ വരും? നമുക്കറിയാം 0.5 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0.25 എന്ന് കിട്ടും. എല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് രണ്ടും കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 0.50 എന്ന് കിട്ടും. വീണ്ടും q² എടുക്കുമ്പോൾ 0.25 എന്ന് കിട്ടും. ആൻസർ ബി. A recessive trait appears in 1 out of 10,000 individuals. What is Q? 1000 ഇൻഡിവിജ്വൽസിൽ ഒരെണ്ണമാണ് റെസസീവ് ട്രേറ്റ് അപ്പിയർ ആവണമെങ്കിൽ ക്യൂവിന്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ q² എങ്ങനെ കണ്ടുപിടിക്കാം? 1/10,000, അതായത് 0.001 എന്ന് കിട്ടും. അതിന് ക്യൂ കണ്ടുപിടിക്കാം 0.01 എന്ന് കിട്ടും. ആൻസർ 0.01. In a population there are 100 individuals. Among them 40 are AA, capital AA, അതായത് homozygous dominant, 40 are heterozygous, 20 are homozygous recessive. What is the frequency of A and A? Dominant recessive frequency, allele frequency കണ്ടെത്തണം. ഒരു 100 ഇൻഡിവിജ്വലിൽ 40 എണ്ണം ഹോമോസൈഗസ് ഡോമിനന്റ്, 20 എണ്ണം ഹോമോസൈഗസ് റിസസീവ്, ഈ 40 എണ്ണം ഹെട്രോസൈഗസ് ആണെങ്കിൽ എയുടെ രണ്ട് ഡോമിനന്റും റിസസീവിന്റെ എയുടെ ഫ്രീക്വൻസി കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. പിയുടെ കണ്ടെത്താനായിട്ട് 2 × A, capital A, plus heterozygous, capital A, small a, whole divided by 2 × n. അപ്പൊ നമുക്ക് കൊടുക്കാം ക്യാപിറ്റൽ എയുടേത് 40, അപ്പൊ 2 × 40 80 എന്ന് കിട്ടും അല്ലെ. പ്ലസ് ഹെട്രോസൈഗസ് എന്റെ എത്രയാണ് വാല്യൂ? അത് 40 തന്നെയാണ്. അപ്പൊ 80 + 40 120 കിട്ടും. ഹോൾ ഡിവൈഡ് ബൈ 2n ആണ്. n എന്ന് പറയുന്നത് 100 ആണ്. അപ്പം 2 × n എത്ര? 200 വരും. 120/200 എന്ന് പറയുന്നത് 0.6. പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂ കണ്ടുപിടിക്കാമല്ലോ. അപ്പം 1 - 0.6 0.4 ആണ്. അപ്പൊ ആൻസർ 0.6 0.4. സ്പീസിയേഷൻ ഇൻ മോഡേൺ സിന്തസിസ് യൂഷ്വലി റിക്വയർസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു മോഡേൺ സിന്തസിസിൽ സ്പീസിയേഷന് വേണ്ട പ്രധാന കാര്യമാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. ദ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് സ്പീസിയേഷൻ അലോപാട്രിക്. നമ്മൾ പഠിച്ച കാര്യമാണ്. അലോപാട്രിക് സ്പീസിയേഷൻ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്ന സ്പീസിയേഷൻ. Which of the following directly prevents gene flow? Gene flow ഡയറക്റ്റ് തടയുന്നത് ഐസൊലേഷൻ ആണ്. Reproductive separation between population is known as isolation. When a new population is established by a few individuals, the resulting random change is called. കുറച്ച് ഇൻഡിവിജ്വൽ കാരണം ഒരു പുതിയ പോപ്പുലേഷൻ ഉണ്ടാകില്ല. ആ ഒരു റാൻഡം ചേഞ്ച് നമുക്ക് എന്ത് പേര് പറയാം? ഫൗണ്ടർ എഫക്ട് എന്നാണ് പറയുന്നത്. Who proposed theory of punctuated equilibrium? നേരത്തെ പറഞ്ഞു എൽ ഡ്രെഡ്ജും അതുപോലെ ഗൗൾഡുമാണ്. ഓർത്തിരിക്കുക. Which of the following is best describe the core concept of punctuated equilibrium? Punctuated equilibriumത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ കോർ കൺസെപ്റ്റുകൾ ഏതാണ്? സ്പീഷീസ് റിമെയിൻ അൺചേഞ്ച്ഡ് ഫോർ ലോങ് പീരീഡ്, punctuated by short burst or rapid evolution. അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. In the context of punctuated equilibrium, the term stasis refers to. എന്താണ് സ്റ്റാസിസ്? ഒരു ചേഞ്ചും ഇല്ലാതെ തുടരുക എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. ലോങ് പീരീഡ് of no significant change in a species. Punctuated equilibrium is primarily based on patterns observed in answer B, fossil record. Which mechanism is frequently associated with the punctuations or rapid changes in a punctuated equilibrium? നേരത്തെ പറഞ്ഞ കാര്യം geographical isolation of small population, allopatry speciation. Which of the following statement about punctuated equilibrium is false? Punctuated equilibriumത്തിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ലാക്ക് ഓഫ് ട്രാൻസിഷണൽ ഫോംസ് ഓർ മിസ്സിംഗ് ലിങ്ക്സ് ഇൻ ദ ഫോസിൽ റെക്കോർഡ്. അത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് സ്പീസിയേഷൻ ഒക്കേഷൻ റിലേറ്റീവ്ലി ഷോർട്ട് ജോഗ്രഫിക്കൽ ടൈം ബേസ്റ്റ്. അതും അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഡി നോക്കാം.
ഇറ്റ് സജസ്റ്റ് ദാറ്റ് സ്റ്റാസിസ് കോമൺ ഫീച്ചർ ഓഫ് ഫോസിൽ റെക്കോർഡ്. ഫോസിൽ റെക്കോർഡിൽ ഒരു ചേഞ്ച് ഇല്ലാതെ തുടർന്നൊരു കാര്യമാണ് സ്റ്റാസിസ്, നമുക്കറിയാം, അതും കറക്റ്റ് ആണ്. സി നോക്കാം. ഇറ്റ് സജസ്റ്റ് ദാറ്റ് മോസ്റ്റ് സ്പീഷീസ് ചേഞ്ച് ഗ്രാജുവലി ത്രൂ ഔട്ട് ദെയർ ഹിസ്റ്ററി. ഗ്രാജുവൽ ചേഞ്ച് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഫാൾസ് ആയ സ്റ്റേറ്റ്മെന്റ്. The punctuations in the theory of punctuated equilibrium can be caused by punctuated equilibriumത്തിന്റെ തിയറിയിൽ പഞ്ച്വേഷന് കാരണമാകുന്നത് മാസ് എക്സ്റ്റൻഷൻ ഈവൻസ്, റാപ്പിഡ് ക്ലൈമറ്റ് ഷിഫ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ എക്കോളജിക്കൽ നിഷസ് അല്ലേ? ഇതെല്ലാം വരുന്നൊക്കെയാണ്. ഓൾ ഓഫ് ദം. Which of the following models fits the scenario? New species appear suddenly in fossil record following a period of long time stasis. കുറെ നാൾ തുടർച്ചയായിട്ട് ഒരു ചേഞ്ചും ഇല്ലായിരുന്നു, പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്പീഷീസ് സെലക്ഷൻ ഇൻ പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം? പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം സ്പീഷീസ് സെലക്ഷനുമായി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഫോം ഓഫ് നാച്ചുറൽ സെലക്ഷൻ വർക്കിംഗ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ഡ്യൂറിംഗ് സ്പീസിയേഷൻ event. Punctuated equilibrium was developed to better explain which aspects of evolution? The absence of slow intermediate evolutionary steps in fossils. In punctuated equilibrium, the most common method of speciation occurring in a small isolated population is termed as നമുക്കറിയാം allopatric speciation. Which of the following is an example of frequently cited in the context of punctuated equilibrium? നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് റാപ്പിഡ് അപ്പിയറൻസ് ഓഫ് ന്യൂ മൊളക്സ് സ്പീഷീസ് ഇൻ ജിയോഗ്രഫിക്കൽ സ്ട്രാറ്റ. പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചിലൂടെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പറയുന്നത്. അപ്പോൾ ഒരു മൊളക്സിന്റെ സ്പീഷീസ് പെട്ടെന്ന് ജിയോഗ്രഫിക്കൽ സ്ട്രാറ്റയിൽ ഉണ്ടായത് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ഈസ് സീൻ ആസ് എ ക്രിട്ടിക് ഓഫ് ഫൈലറ്റിക് ഗ്രാജുവലിസം. അതായത് ഡാർവിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട ഫൈലറ്റിക് ഗ്രാജുവലിസത്തിന് ഒപ്പോണന്റ് ആയിട്ടാണ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എവല്യൂഷണറി ബയോളജിയിലെ ചില ടോപ്പിക്കുകളായ ഡാർവിനിസം, ലാമാർക്കിസം, മോഡേൺ സിന്തസിസ്, പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ഇതുമായി ബന്ധപ്പെട്ട, അതുപോലെ ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം ഇതുമായി ബന്ധപ്പെട്ട ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ബ്രീഫായിട്ട് തിയറികളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതേ ടോപ്പിക്കിന്റെ ബാലൻസ് 100 ചോദ്യങ്ങളായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.